എം എ ഷാനവാസ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എ ഷാനവാസ്, ഈ സമരം കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഈ സമരം ഇപ്പോൾ തന്നെ പൊളിഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് 4 പ്രധാന ഗേറ്റാ ഉള്ളത്. അതിൽ 3 ഗേറ്റ് സമരവും 1 ഗേറ്റ് തുറന്നു വിട്ടിരിക്കുക. പിന്നെ ഇതിന്റെ അകത്ത് 1 ലക്ഷം പേരെന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി മുതൽ പറയുന്നത് 30,000 പേര്. അവിടെ ഒരു 10-15,000 പേര് വന്നു കാണും. ഈ സമരമൊന്നും അധികം നിൽക്കില്ല. ഈ സമരം ഫിസിൽ ഔട്ട് ചെയ്ത് രാപ്പകൽ സമരം എങ്ങനെ തീർന്നോ അതിനേക്കാൾ ദയനീയമായ ഭൂസമരം എങ്ങനെ തീർന്നോ, NGO സമരം എങ്ങനെ തീർന്നോ അതിനേക്കാൾ അതിദയനീയമായ അന്ത്യമായിരിക്കും ഈ സമരത്തിന്. താങ്കളുടെ പാർട്ടിയിൽ തന്നെ പെട്ട കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞത് സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സർക്കാർ അത് വിജയിപ്പിച്ചിരിക്കുകയാണ്. ആവശ്യത്തിലധികം പബ്ലിസിറ്റി സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അതൊന്നും ചർച്ച ചെയ്തില്ല എന്നാണ്. ആ മുന്നൊരുക്കങ്ങളൊക്കെ വെറുതെ ആയി പോയി എന്നാണോ ശ്രീ എം എ ഷാനവാസ് താങ്കൾ പറയുന്നത്? കേന്ദ്രസേനയെ വിളിച്ചു വരുത്തി എന്ന് പറയാൻ 1 ലക്ഷം പേര് വന്ന് ഉപരോധിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടിവേരിറക്കുന്ന ഒരു സമ്പ്രദായമായിരിക്കും. ഒരു ഗവൺമെന്റ് നോക്കി നിൽക്കാനാവില്ല. അവരെ ആള് കുറവാണ് എന്ന് കണ്ടപ്പോൾ പിന്നെ കേന്ദ്രസേന ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായമാണ്. അത് ആ അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത് ശ്രീ ഷാനവാസ്? ഞാൻ ഡൽഹി. ഇന്ന് പാർലമെന്റിൽ ഇടത് എംപിമാരുടെ നേതൃത്വത്തിൽ സോളാർ വിഷയം ഉന്നയിക്കാനിരിക്കുകയാണ്. അവര് ഇതുവരെ ഉന്നയിച്ചില്ലല്ലോ. ലോക്സഭയിൽ ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറയുകയും ചെയ്യും. ഡൽഹിയിൽ ഇപ്പോൾ താങ്കൾ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലാണോ? താങ്കൾ കാണുന്നുണ്ടോ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്? കേരളത്തിൽ എന്ത് സംഭവിക്കാനാ? ഒന്നുമില്ല. ഇതൊക്കെ വെറും ജാട മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജാടയാണ്. ഈ ജാട അവർക്ക് ഈ പറയുന്ന പോലെ ഒരു 10,000, 15,000, 20,000 ആൾക്കാരെ സംഘടിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും. ഞങ്ങൾ വിചാരിച്ചാലും ഞങ്ങൾക്ക് സാധിക്കും. അതിന്റെ അർത്ഥം ഈ രാജ്യം മുഴുവൻ അവരെ കൂടി കുറെ പ്രവർത്തകരല്ലാതെ ജനമൊന്നും ഇതിന്റെ കൂടില്ല. സാധാരണ ജനം ഉണ്ടല്ലോ, അവരൊന്നും ഇതിന്റെ കൂടില്ല. ഇവര് ഭയങ്കരമായ അവർ കാണിച്ച ഏറ്റവും വലിയ വിഡിത്തമാണ് ഈ സമരം. ശ്രീ എം എ ഷാനവാസ്, പക്ഷം ചേർന്ന് ചോദിക്കുകയാണെന്ന് താങ്കൾ എന്നെ കുറ്റപ്പെടുത്തരുത്. 15,000 പേരെന്ന് താങ്കൾ പറഞ്ഞു. ഈ കണക്ക് എവിടുന്ന് കിട്ടി? ഹലോ, താങ്കൾ പറഞ്ഞു. ഞാൻ ആദ്യമേ പറയട്ടെ, പക്ഷം ചേർന്ന് ചോദിക്കുകയാണെന്ന് താങ്കൾ എന്നെ കുറ്റപ്പെടുത്തരുത്. 15,000 പേരാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ളതെന്നാണ് താങ്കൾ പറഞ്ഞത്. ഈ കണക്ക് എവിടുന്ന് കിട്ടി ഡൽഹിയിലുള്ളപ്പോൾ താങ്കൾക്ക്? എനിക്ക് ഒറ്റ നോട്ടത്തിൽ 15,000 തോന്നുന്നത് 30,000 അവർ അവകാശപ്പെടുന്നത്. 30,000 കൊടുത്താലും 30,000 പേരെ അറേഞ്ച് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ എത്രയോ ചെറിയ സംഘടന നമുക്കറിയാമല്ലോ. നേപ്പാളിൽ പിന്നെ മുസ്ലിം സംഘടനകൾ ഓരോരുത്തരും നടത്തുന്ന പരിപാടികളൊക്കെ പിന്നെ എന്തുമാത്രം ആളുകളെ 10,000-ങ്ങളല്ലേ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ ആളെ കാണിച്ചൊന്നും ആരെയും പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ജനങ്ങളൊന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡർ പ്രവർത്തകർ, അവർക്ക് കേഡർ പ്രവർത്തകരുണ്ട്. 10-30,000 പേരെ കൊണ്ടുവരാന്ന് വെച്ചാൽ എളുപ്പമാണ്. വളരെയധികം ശ്രീ എം എ ഷാനവാസ്.